ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള റോളിൽ യു ഡി എഫിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്, മുഖ്യമന്ത്രിയാകും എന്നുള്ളൊരു തോന്നൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായി. അപ്പോൾ ശ്രീ വി ഡി സതീശനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക, അദ്ദേഹം മുഖ്യമന്ത്രി ആകാതിരിക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാരുടെയും ഒരു പണി. ഇപ്പോൾ ശ്രീ വി ഡി സതീശൻ വർഗീയവാദിയാണ് എന്നുള്ളൊരു പ്രചരണം, അതിൻ്റെ കാരണങ്ങൾ പറയുന്നത് ശ്രീ വി ഡി സതീശൻ്റെ കൂട്ടുകെട്ട് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടാണ്. അദ്ദേഹം ജനുവരി 9 ഖത്തറിൽ പോയി പ്രസംഗിച്ചു. അദ്ദേഹം എന്തിനാണ് ഈ ഖത്തറിൽ പോയത്? ഈ ജനുവരി 9 ഇലക്ഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന് മുമ്പ് ഖത്തർ എന്നുള്ള രാജ്യം ലോകത്ത് ഈ മുസ്ലിം പ്രചരണത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം ഫണ്ട് നൽകുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മുസ്ലിം രാജ്യത്ത് ഈ ജനുവരി 9 വി ഡി സതീശൻ എന്തിനു പോയി, അവിടെ എവിടെ താമസിച്ചു, ആരെയൊക്കെ കണ്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ അദ്ദേഹം കാന്തപുരം മുസ്ലിയാർ നയിച്ച ഒരു ജാഥയുടെ സമ്മേളനത്തിൽ അദ്ദേഹം പോയി പ്രസംഗിച്ചു. അതുപോലെ ഈ ശ്രീ വി ഡി സതീശൻ്റെ പാർട്ടിയുടെ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് കൊടിയിലും ചിഹ്നത്തിലും പേരിലുമൊക്കെ വർഗീയതയുള്ള മുസ്ലിം ലീഗാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രീ വി ഡി സതീശൻ ഒരു വർഗീയവാദിയാണ് എന്നുള്ള കാര്യങ്ങൾ ആണ് മറ്റുള്ളവർ അദ്ദേഹത്തിനെതിരെ പ്രചരണം നടത്തുന്നത്. മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യു ഡി എഫിലെ ഒരു നേതാവാണ് ശ്രീ കെ എം ഷാജി. അദ്ദേഹം വളരെ പരസ്യമായിട്ട് ശക്തമായിട്ട് പറയുകയാണ്, മതമാണ് വലുത് എന്ന് പറയുന്നു. അത് യു ഡി എഫിൻ്റെ ഒരു നേതാവായ കെ എം ഷാജിയാണ്. അങ്ങനെ ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുപിടിക്കുന്നു, അതുപോലെ മുസ്ലിം ലീഗാണ് കൂട്ട് എന്നൊക്കെ ഉള്ള കാര്യത്തിൽ ഈ ശ്രീ വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന യു ഡി എഫ് വർഗീയ പാർട്ടിയാണ്, വർഗീയവാദികളാണ് ഇതിൻ്റെ അകത്തുള്ളത് എന്നൊക്കെയാണ് ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രചരണം നടത്തുന്ന ആരാണ്? അദ്ദേഹത്തെ, അതായത് ശ്രീ വി ഡി സതീശൻ ഒരു കാരണവശാലും മുഖ്യമന്ത്രി ആകരുത്, ഇവിടെ മുന്നോട്ട് പോകരുത് എന്ന് കരുതുന്ന ആളുകളാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക. ഒന്ന് വെള്ളാപ്പള്ളി നടേശനാണ് ഇതിന് നേതൃത്വം നൽകിയ ഒരാൾ. അദ്ദേഹം SNDP എന്ന് പറയുന്ന ഒരു സമുദായ പാർട്ടിയുടെ, വികസന പാർട്ടിയൊന്നുമല്ല, ഒരു സമുദായ പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം ശ്രീ വി ഡി സതീശനെ വളരെ നിശിതമായിട്ട് വിമർശിക്കുന്നു. അടുത്ത ഒരാൾ NSS എന്ന് പറയുന്ന സമുദായ പാർട്ടിയുടെ നേതാവും വി ഡി സതീശനോട് അധികം താല്പര്യമില്ല എന്നുള്ളത് പരസ്യമായിട്ട് പ്രകടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ശ്രീ പിണറായി വിജയൻ രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി നടപ്പാക്കിയ നമ്മുടെ അയ്യപ്പ സംഗമത്തിനെ പിന്തുണച്ചവരാണ്. അതുപോലെ ശ്രീ വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ ശ്രീ പിണറായി വിജയൻ്റെ കൂടെ കാറിൽ യാത്ര ചെയ്യുന്ന അത്രയും അടുപ്പമുള്ള ഒരു നേതാവാണ്. അപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശനുമൊക്കെ അതുപോലെ മറ്റുള്ളവരുമൊക്കെ ശ്രീ കോൺഗ്രസിനെ, യു ഡി എഫിനെ വർഗീയവാദികളായിട്ട് പറയുന്നു. അപ്പോൾ അവരുടെ കൂട്ടുകെട്ട് അല്ല അവരുടെ ചായ്വ് എന്ന് പറയുന്നത് CPMൻ്റെ നേതാവായ ശ്രീ പിണറായി വിജയനുമായിട്ടാണ് എന്നുള്ളത് അത് അവരുടെ ഒരുമിച്ചുള്ള യാത്രയിലും അവരുടെ എന്തിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ LDFിലെ സജി ചെറിയാൻ, അവരുടെ LDFിൻ്റെ മന്ത്രിയായ സജി ചെറിയാൻ മലപ്പുറത്ത് ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്നൊക്കെയുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തിയതായിട്ട് കാണുകയും പിന്നീട് അദ്ദേഹം അതിന് ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവം അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ LDFും വർഗീയ പാർട്ടിയാണ്, വർഗീയതയെ പിന്തുണയ്ക്കുന്നു. അതുപോലെ നമ്മുടെ അബ്ദുൾ നാസർ മദനി ജയിലിൽ നിന്ന് മോചിതനായി വന്നപ്പോഴത്തേനും ശംഖുമുഖം കടപ്പുറത്ത് തിരുവനന്തപുരത്ത് പിണറായി വിജയൻ്റെ അടുത്തിരുത്തി അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തൊരു മുന്നണിയാണ് LDF അല്ലെ CPM എന്ന് മറ്റുള്ളവർ പറയുന്നു. അതുപോലെ ഈ ഹമാസ് നടത്തുന്ന കാര്യങ്ങൾ അതിനെ തള്ളിപ്പറയുന്നു മാത്രമല്ല അതിനെ പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയാണ് CPM. ഹമാസ് എന്ന് പറയുന്ന മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്നു CPM. അവരും ഇതുപോലെ SDPI വെൽഫെയർ പാർട്ടി എന്നുള്ളവരുമായിട്ട് പല കാലഘട്ടങ്ങളിൽ കൂട്ടുകെട്ടുണ്ടാക്കിയവരാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങളുണ്ട്. അപ്പോൾ UDF വർഗീയ പാർട്ടിയാണെന്ന് LDFിൻ്റെ നേതാക്കൾ പറയുന്നു. LDFും അതുപോലെ തന്നെ വർഗീയ പാർട്ടിയാണ് എന്ന് UDFിൻ്റെ നേതാക്കളും പറയുന്നു. ഇവർ രണ്ടു കൂട്ടരും ആലപ്പുഴയിൽ മുമ്പ് കുന്തിരിക്കവും അതുപോലെ തേങ്ങായും അവലും മലരും ഒക്കെ കരുതിക്കോ എന്ന്
ഒരു തീവ്രവാദ പ്രസ്ഥാനം PFI അവിടെ പരസ്യമായിട്ട് പ്രകടനം നടത്തിയതിനെ തള്ളിപ്പറയാൻ ഈ രണ്ട് കൂട്ടരും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. അതുപോലെ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനത്തെ തള്ളിപ്പറയാൻ ഈ രണ്ട് കൂട്ടരും തയ്യാറായിട്ടില്ല എന്നുള്ള വാസ്തവമാണ്. അതുപോലെ ഈ റാഡിക്കലായിട്ടുള്ള പല പ്രസംഗങ്ങളും പല പ്രസ്ഥാനങ്ങളെയും ഒക്കെ തള്ളിപ്പറയാൻ ഈ LDFും UDFും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ്. അപ്പോൾ വർഗീയവാദികളല്ലേ ഈ LDFും UDFും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവരല്ലേ ഈ ആക്ച്വൽ വർഗീയവാദികൾ. പക്ഷേ അടുത്ത കാലത്ത് 2020 എന്ന് പറയുന്ന ഗ്രാസ് റൂട്ട്സ് ലെവലിലൊരു വികസന മോഡൽ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചു കൊടുത്ത ഒരു പാർട്ടിയാണ് 2020. ആ പാർട്ടി വികസിത കേരളം എന്ന മുദ്രാവാക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന NDA മുന്നണിയിൽ ചേർന്നു. അപ്പോൾ വികസനവാദികൾ ആയിട്ട് ഒരു മുന്നണി ഇന്ന് കേരളത്തിൽ രൂപപ്പെട്ടു. അത് 2020 കൂടെ വന്നതോടുകൂടി BJPയുടെ ഒരു വികസിത കേരളം എന്ന ആ ഒരു വികസനമെന്ന ആ ഒരു കാര്യത്തിന് മാത്രം മുൻതൂക്കം കൊടുത്ത് അതാപ്തവാക്യമായിട്ട് അത് ആ നിലപാടിൽ വികസനമാണ് കേരളത്തിന് വേണ്ടത്, അതിനുവേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു നിലപാടിലുള്ള ഒരു മുന്നണി ഇന്ന് കേരളത്തിൽ രൂപം കൊണ്ടു. അത് NDA മുന്നണിയാണ്, ദേശീയ ജനാധിപത്യ മുന്നണി. അപ്പോൾ കേരളം ഇപ്പോൾ വികസനവാദികൾ ഒരു വശത്തും NDA മുന്നണി, അതുപോലെ വർഗീയവാദികൾ UDF LDF മറുവശത്തുമെന്നുള്ള രണ്ട് വികസനവാദികളും വർഗീയവാദികളും എന്ന രണ്ട് പക്ഷമുള്ള ഒരു സമയമായി ഇന്ന് മാറിയിരിക്കുകയാണ്.